ഇപ്പൊ എനിക്ക് അയച്ചെന്നൊരു വീഡിയോ ആണത്, കണ്ടോ? അപ്പോഴേ നമ്മളുള്ളത് ബാലരാമപുരമാണ്. ഇവിടെ ഈ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഇവര് നമുക്ക് പ്രത്യേക ഒരു പണി തന്നിട്ടുണ്ട്. പണി വേറെ ഒന്നല്ല, ഇവര് പറയുന്നത് 14 പേരെ കടിച്ചൊരു ഡോഗ് ഉണ്ട് ഇവരുടെ അടുത്ത്. ആ ഡോഗിനെ വെച്ച് നമുക്ക്, നീ കടിക്കോ, ഒരു ചലഞ്ച് തന്നാ കേട്ടോ. ഇവളുടെയാണ് ഡോഗ് അല്ലേ? നിന്റെ ഡോഗ് എല്ലാരും കടിച്ചിട്ടുണ്ട്? എത്ര പേരെ കടിച്ചിട്ടുണ്ട്? ഉറപ്പാ? ഇന്ന് തന്നെ കടിക്കോ? കടിക്കോ? ആർക്കൊക്കെ ഉറപ്പുണ്ട് കടിക്കും? ഉറപ്പുണ്ട്. കടിച്ചില്ല എനിക്ക് എന്ത് തരും? ഒട്ടകം. അടിച്ചിലെ ഒട്ടകം കൊണ്ടുപോവേ? ഉറപ്പാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഡോഗിന്റെ കടി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിതാ ഇവളെ കൊണ്ടുപോട്ടോ. അവളെ അല്ല, ഇവളെ. ഭരത്താണ് എന്നെ വിളിച്ചേ. ഞങ്ങള് പരിചയമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇപ്പൊ ഇന്നലെ അല്ല നമ്മൾ കോണ്ടാക്ട് ചെയ്തല്ലേ. എത്ര വയസ്സുണ്ടാവും പ്രായം? അറിയത്തില്ല കറക്റ്റ്. ആരാ ഡോഗ്? ആരുടെ? പുള്ളിയുടെ ചേട്ടന്റെ ആണല്ലേ? പുള്ളിയായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. ചേട്ടൻ വരുന്ന ചേട്ടന്റെ ചേട്ടന്റെ ആണോ ഡോഗ്? ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ വിളിക്കാൻ കാരണം എന്താ എന്ന് പറഞ്ഞു? വിളിക്കാൻ ഞാൻ ഇവിടെ ഒരു 4 വർഷമായിട്ട് പറഞ്ഞാണ് എന്നോട് പണിക്ക് പോകാനൊക്കെ. എന്നെ എപ്പോ കണ്ടാലും ആള് ഭയങ്കര ടെററാണ്. ഇവിടെയുള്ള പയ്യന്മാരത്തും വിഷയമാണ്. ഇവരോടൊക്കെ വിഷയമുണ്ടോ? നിങ്ങളൊക്കെ വിഷയമുണ്ടോ? ഞങ്ങളൊന്ന് പോയിട്ട് വരാം. വാ പറ്റിച്ചോ. എന്നാടാ നീ ഫോൺ അടിച്ചു ഇവിടെ നിന്നോ നിങ്ങള്? അവന്റെ പേരെന്താ? ഡോഗിന്റെ പേരെന്താ? ചിക്കു. ചിക്കു ആളിച്ച് ടെററാട്ടോ. അവനെ കെട്ടിയിട്ടേക്കുന്നത് നമ്മള് സാധാരണ കൂട്ടിലല്ല നിൽക്കുന്നത്, എന്നാ കെട്ടിയിട്ടേക്ക് കേട്ടോ ആള്. ചിക്കു, ഇതാണ് ചിക്കു കേട്ടോ. ചെറിയ ആളൊന്നല്ല. 14 പേരെ കടിച്ച് ഭീകരൻ. ആണാണോ പെണ്ണാണത്? 14 പേരെ കടിച്ച് ഭീകരനായ ആളാട്ടോ. ചിക്കുവേ, ചിക്കു വന്നേ. നിന്നെ ഒന്ന് അയച്ചുകൊണ്ട് കൊണ്ടാവേണ്ടി വന്നേ. ചിക്കു വന്നേ, വാ ചോദിക്കട്ടെ. ഓടിയാ ഇങ്ങ് വാടാ. ഇങ്ങ് വന്നേ ചിക്കു, വന്നേ വാ. വാ ഇങ്ങോട്ട് കൊച്ചിക്ക് വാടാ. വാ. കുഴപ്പമില്ല അമ്മ മിണ്ടണ്ട. വാ കൊച്ചിക്ക് വന്നേ, വാ. കളിക്ക്. നീ ഭയങ്കര കളിക്കാരാണ് കേട്ടോ, ശരിയാണോ? ഇവിടെ ഇരിക്കട്ടെ ഏട്ടായി. ഇവിടെ ഇരിക്കട്ടെ. പറന്നു വരുമോ നീ? ചിക്കുവേ ഇങ്ങ് വന്നേ, കൊച്ചിങ് വന്നു. വാ ചേട്ടാ ചോദിക്കട്ടെ. ഇങ്ങ് വാ വാ മണി വന്നു. വന്നേ ഇങ്ങ്. ഇതില് വാടാ. എടാ ഇവിടെ വാടാ. ഇങ്ങ് വന്നേ, കൊച്ചിങ് വന്നു. കടിക്കട്ടെ, കൈ കയറി പിടിക്കരുത്. കയ്യിലൊക്കെ കടിക്കുവോ? ഇതിൽ ആരൊക്കെ നമുക്ക് കടിക്കണ്ട? എത്ര പേരെ കടിച്ചിട്ടുണ്ട്? ഈ 14 പേരെ കടിച്ചെന്ന് പറഞ്ഞു. ശരിയാണോ? ശരിയാണോ? ആണോ? ഇങ്ങ് വന്നേ. ഇവിടെ വാടാ. ഇങ്ങ് വന്നേ, വാ. ഇവൻ അടുത്ത ആൾക്കാരുമായിട്ട് ഇറങ്ങാന്നുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്യണോടാ. അല്ല ആരെയും വിട്ടണോ? ഇവനെ ഇങ്ങനെ സാധാരണ ഇങ്ങനെയാണോ അതോ അടുത്തേക്ക് ആളെ ചെല്ലുമ്പോ എങ്ങനെയാ? അല്ല ഇതിലിപ്പോ ആരോടും ദേഷ്യമുള്ള ആൾക്കാരുണ്ടോ? നീ ചെന്നേ. അല്ല ഇത് എന്താ അറിയോ, നമ്മള് ഇങ്ങനെയാണെങ്കിൽ പ്രേഷർ വിചാരിക്കും. ഇത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് അടുത്ത് പോയി. കുഴപ്പമാണോ? അപ്പൊ എടാ ഇവന്റെ പേര് വീണ്ടും വിട്ടു. ഏതായിരുന്നു? ചിക്കു. അപ്പൊ ചിക്കുവേ, എന്താ ചിക്കു? എല്ലാവരെയും നീ കച്ചറ എന്നൊക്കെ കേട്ടോ, ശരിയാണോ? ചിക്കുവേ വാ. ചേട്ടാ ഇങ്ങനെ കാര്യം ചോദിക്കട്ടെ, ഓടി വാ. ഇവിടെ കയറിയിരിക്കുവാ. കയറി വാ. ഇടയ്ക്ക് വന്നടാ. ചിക്കു വന്നേ വാ. അവരെയാണോ നോക്കുന്നത് എല്ലാവരെയും? സംഭവം വേറെ ഒന്നല്ല കേട്ടോ. ചിക്കു നോക്കുമ്പം ഒരു ജാതക്കുള്ള ആൾ തിരിച്ചു കാണിക്കാൻ സംഭവം ഇത്രയും ആൾക്കാരോട് നിൽക്കുക. ചിക്കുവിനെ തന്നെ കിളി പറയുന്നു. നോർമലുള്ള സിറ്റുവേഷനല്ല ഇപ്പം. സാധാരണ അവൻ ഒറ്റയ്ക്ക് ഒരാൾ വന്നാൽ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഇത്രയും പേര് കാഴ്ചക്കാരുള്ളത് കൊണ്ടാണോ നീ എന്താണെന്ന് അറിയില്ല. ചിക്കു ഒന്ന് ആണോ ചിക്കു? എന്താ സംഭവം? എന്താ എന്ത് സംഭവം? നീ വലിയ ഭീകരനാന്ന് കേട്ടു. വാ കൊച്ചിക്ക് വന്നേ, വാ. എൻ്റെ മോർണിംഗ് വാ. എൻ്റെ കൊച്ചു ഷെയ്ക്കാൻ അല്ലേ? നമ്മള് സെറ്റ്. കടിക്കാൻ പിടിച്ചാണോ? അല്ലല്ലോ. ഒരു ഷെയ്ക്കാനാണ് തരുമോ വെച്ച്? വാ അത് പോട്ടെ. ഇങ്ങ് വാ വാ വാ. നീറ്റ് വാ. ഇവിടെ വാ. ഇങ്ങോട്ട് വാ. നീറ്റ് വാ. ഇവിടെ വാ. ഇവിടെ വാ. ഇങ്ങോട്ട് വാ. കുറച്ച് അടുത്തൊന്നും ഇരിക്കട്ടെ എന്നെ വാൻ. ഇവിടെ കയറിക്ക് വാ. വാ. ഇവരെല്ലാത്തിനും നമുക്ക് പിടിക്കാം. മുഖം മാറുന്നുണ്ടോ ചെറുതായിട്ട്? മുഖം മാറി ചെറുതായിട്ട്. ഒരു ഷെയ്ക്കാനോ തരുമോ? ഷെയ്ക്കാൻ. ഷെയ്ക്കാൻ. കയ്യെ കടിക്കോ? കയ്യെ കടിക്കോ? കൈ കടിക്കോ? ഒരു ഉമ്മ വരുമോ? ഒരു ഉമ്മ. ഇവിടെ ഒരു ഉമ്മ. വാ. ഒരു ഉമ്മ വാ. വരുന്നില്ലേ?
ഞാൻ പോട്ടെന്നല്ലേ എന്നാ തരാം തരാം തരാം. പോട്ടെ പോട്ടെ. ബാ ബാ ഇങ്ങോട്ട് വാ ബാ ബാ പോവാം ബാ. ഇങ്ങ് വന്നേ. സംഭവം ചിക്കുവിൻ്റെ ഇങ്ങനെ ചിക്കുവിൻ്റെ ഒരു ബൈറ്റ് എനിക്ക് അയച്ചതാ വാട്സപ്പിൻ്റെ ആ വീഡിയോ അത് കാണിച്ച്. ചിക്കുവിൻ്റെ ഒരു വരവുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിണങ്ങി കേൾക്കുന്നവരുണ്ട് അല്ലേ? കണ്ടോ ചിക്കു ഇത് കാണിച്ചാ എനിക്ക് അയച്ചെന്നൊരു വീഡിയോ ആണത്. കണ്ടോ കണ്ടോ ഇതാണ് ചിക്ക്. ഇതായിരുന്നു ചിക്കു. ചിക്കു തുറച്ചു ഫോൺ എടുത്തോ. ചിക്കു ഈ ടെററായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് ചിക്കു ഇങ്ങനെ ആ ചാർജ് ചെയ്ത് കയറി വരുന്ന സീനാണ് കാണിച്ചത്. അപ്പൊ നമ്മൾ ഇത് ടാസ്കാന്ന് വിചാരിച്ചായിരുന്നു. കാരണം ചിക്കുനെ അങ്ങനെ കെട്ടിയിട്ടൊക്കെ ആണല്ലോ. അപ്പൊ ഇവിടുന്ന് പോയിട്ട് സാധനം അഴിക്കാന്ന് പറഞ്ഞാൽ ഇവിടം വരെ എത്തണമല്ലോ. അപ്പൊ നമ്മൾ ടാസ്ക് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ ദൈവാധീനം കൊണ്ട് ചിക്കു അങ്ങനെ സംഭവിച്ചിട്ടില്ല. ചിലപ്പോൾ അഴിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചിക്കു ചിലപ്പോൾ കയറി ഫയർ ചെയ്യാൻ തോന്നുന്നു. അമ്മച്ചി ഇവൻ ഇങ്ങനെയാണോ? അങ്ങനെയല്ലേ ചോദിച്ചേ? ഇവൻ സാധാരണ ഇങ്ങനെ ആൾക്കാർ വരുമ്പോ ഇങ്ങനെയാണോ? ഇങ്ങനെയാ കുഴപ്പമൊന്നുമില്ല നിൽക്കും. ഇന്നെന്താ പറയാതെന്താ ബഹളായിരുന്നു. ആ ഇപ്പൊ ഇത് ചിക്കുന് മനസ്സിലായല്ലേ? നമ്മള് ഇന്ന് എല്ലാരെയും കണ്ടപ്പോ ചിക്കു കാര്യം മനസ്സിലായ കൊച്ചിന് അല്ലേ? വാ ഇവിടെ കയറിയിരിക്കുവാ. അവിടെ അവരെ നോക്കണ്ട, എന്നെ നോക്കി. ഇവിടെ നോക്കണ്ട. നമുക്ക് കഴിഞ്ഞില്ല. നമുക്കൊരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് നമുക്ക് ഇറങ്ങി എല്ലാത്തിനും പിടിക്കാൻ പോകണം. വാ ചേട്ടാ കഴിക്കാം. വാ അയക്കണ്ടേ? പോണ്ടേ അപ്പോൾ പോണ്ടെന്നാണ് പറയുന്നത്. പോണ്ടെന്നാണ് പറയുന്നത്. പോണ്ടേ നമുക്ക് അത് അഴിച്ചിട്ട് നമുക്ക് പോവാം. ഒറ്റവിട്ടല്ലേ നമുക്ക് എല്ലാവരും പോയിട്ട് ഒന്ന് കടിക്കാം. മുന്ത കടിക്കരുത്. ഉമ്മയാണ് തോന്നും. ഒരു ഉമ്മയോട് തോന്നും. കേട്ടോ എന്താണ് എല്ലാവരും നോക്കുക. പിള്ളേരെ എല്ലാവരും 1 2 3 4 5 10 15 പേരുണ്ട്. എല്ലാത്തിനും പിടിക്കുന്നത് നമുക്ക്. പറപ്പിക്കണം എല്ലാത്തിനും നമുക്ക് ഇവിടെ നിന്ന് അഴിച്ചിട്ട് പോയി പിടിപ്പിച്ചാലോ നമുക്ക് എല്ലാത്തിനും. അവർ യൂട്യൂബ് ബ്ലോഗിന് വിളിച്ചേക്കുന്നത് തന്നെ അല്ലേ? അല്ലേ ഞാൻ ഭീകരനാണ് അല്ലേ? വാ നമുക്ക് പോവാം. ഓക്കെ സെറ്റ് ആയിക്കട്ടെ. ഒന്നും പൈസ തീരില്ലല്ലോടാ. ആരിത് ആളെ ചെറുതാണെങ്കിലും എടാ 14 പേരെ നീ കടിച്ചടാ കേട്ടോ. എങ്ങനെയാണ് നീ കടിച്ചേ? ആണോ കേട്ടോ? ബാ അവിടെ നമുക്ക് അൽ ഹിന്ദ് ഒട്ടക ഉണ്ട്. ബാ അവിടെ അറബി 2 സംസാരം സംസാരിക്കാം. ഈ ഒട്ടകം മറ്റേ സിനിമയിൽ അഭിനയിച്ച ഒട്ടകം പറഞ്ഞേ. നമ്മുടെ പഞ്ചവർണ്ണത്തിൽ ഇപ്പൊ ഒട്ടകം കുതിര അവിടെയൊക്കെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ആട്, ഒട്ടകം, മയില്, കുയില്. മയിലില്ല, കുയിലും ഇല്ല. കുതിര. മച്ചാങ്ങ വന്നേ വാ. ഇതാ ഇതിന്റെ ശത്രു. എടാ കുട്ടു ശത്രു. നീയേക്കാട് സെറ്റായി. സത്യമായിട്ട് ഇത്ര ദിവസം ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ 4 വർഷമായിട്ടോടെ ജോലി കയറി. 4 വർഷം എങ്ങനെയാ? അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ കാണുമ്പോ സീരിയസ് ആണോ? അങ്ങോട്ട് നോക്കി പറഞ്ഞു എല്ലാ ആൾക്കാർ ചീത്ത വിളിക്കാൻ എന്നെ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര കുഴപ്പം. ഇവിടെ എല്ലാരോടും എങ്ങനെയാ ചേട്ടാ? ഒന്ന് വന്നേ. എല്ലാരോടും എങ്ങനെയാട്ടാ? സീരിയസ് ആണോ? നമുക്കിത് അത്ര ഫീൽ ചെയ്തില്ല. നമുക്ക് ഫീൽ ചെയ്തില്ല. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കുന്നത് എങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഡോഗ് സൈലന്റ് ആയി പോലുള്ള സാധാരണ ഇങ്ങനെ തന്നെയാണോ? അറ്റാക്ക് ചെയ്യും. ആര് പുറത്തുനിന്നാലും അറ്റാക്ക് ചെയ്യലുണ്ട്. പിന്നെ ഞങ്ങള് മന്ത്രം ചൊല്ലിയുണ്ട്. അല്ല കേട്ടോ, ഞങ്ങൾ മന്ത്രത്തിൽ എല്ലാരെയും വീഴ്ത്തിയിരിക്കുന്നു. പോവാ നമുക്ക്. സ്പ്രേ അടിച്ചു. വാ ഇവരോട് പിള്ളേരൊന്നും ഇഷ്ടമാണോ? അവന് പിള്ളേരൊക്കെ ഇഷ്ടമാണോ? പിള്ളേരുടെ കുഴപ്പമില്ല. വീട്ടിലുള്ളവരുടെ കുഴപ്പമില്ല. ഇന്നെന്തായാലും കടിയൊക്കെ കാണാൻ പ്രതീക്ഷയാണല്ലേ? ആണോ? അന്ന് തൊട്ട് ഇന്ന് വരെ അതിന് എന്നെ കാണാൻ ഭയങ്കര കുഴപ്പാ. ഇവിടെ ഇരിക്കും. മൊന്തക്കടിക്കരുത് കേട്ടോ. മൊന്തക്കടിക്കരുത്. അങ്ങോട്ട് നോക്കിയിട്ട് അവരെയൊക്കെ നോക്കി ചിരിച്ചടിച്ച് വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ കുട്ടു. ഇത് അവരെ നോക്കി ചിരിച്ചേ. ക്യാമറമാനൊക്കെ നോക്കി ചിരിച്ചെന്ന് കേട്ടോ. സുന്ദരൻ ഹൈറ്റൊക്കെ കുറഞ്ഞ ആളാ കേട്ടോ. അപ്പൊ ഇവനെ നമുക്ക് ഇത്രയൊക്കെ മതി. നമുക്ക് അവിടെ കൊണ്ട് കെട്ടാം. വേടാ ആന തളച്ചിട്ടൊക്കെ കുട്ടുവൻ കേട്ടോ. അപ്പൊ ഇത് പോരെ.
തൽക്കാലം ഒന്നും കൂടി വേണമെന്നോ? ഇനി ഇത് വേണ്ട, ഇങ്ങ് വന്നേ വാ, ഇങ്ങോട്ട് വാ. എന്താ പറഞ്ഞേ? ഒന്നും കൂടി ഉണ്ട്. ഡേ കൊണ്ടോ വേറെ? അത് അടിക്കാൻ പോയാലേക്ക് അടിക്കും. നമ്മൾ അടിക്കുന്ന മോശമല്ലേ, നമുക്ക് അടുത്തേൽ പിടിക്കാം കേട്ടോ. പക്ഷെ അടുത്ത് ഇവിടെ സെറ്റാക്കി വെക്ക്, നമ്മളങ്ങ് വരുന്നുണ്ട് കേട്ടോ അടുത്തേല്. അപ്പൊ അച്ഛൻ അതുപോലെ തൽക്കാലം കടിയിൽ നിന്ന് നമ്മൾ പിൻവലിക്ക്. അടുത്ത് നമുക്ക് ശരിയാക്കി വെക്ക്. ബാലരാമത്ത് ഇഷ്ടംമാതിരി ഡോഗുകളുണ്ട്.